ഓണം ക്ലാഷിൽ നിന്നും പേടിച്ചോടുകയാണോ ദുൽഖർ ചിത്രം ഐ ആം ഗെയിം? എന്ത് ക്ലാഷ്, എന്ത് കാര്യം, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമേ പറയാം. പുറമെ കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലാഷ്, പൃഥ്വിരാജ് ദുൽഖർ ചിത്രം ഒരു ദിവസം എത്തുന്നു, ആരാകും ഓണം വിന്നർ എന്നത് സംബന്ധിച്ചൊക്കെ ധാരണയുണ്ടാവും. ഒരു പക്ഷേ സിനിമാ പ്രവർത്തകരുടെ ഉള്ളിലും ആ ചിന്തയുണ്ടാകാം. പക്ഷേ ഒരു സിനിമ സമാധാനത്തോടു കൂടി കണ്ട് അത് മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായ ഔട്ട്പുട്ട് ഇറങ്ങി അതിൻ്റെ പൂർണ്ണമായ സത്യയോടുകൂടി കാണുന്നതിലാണ് ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുക എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. ക്ലാഷ് ഹൈപ്പ് ഉണ്ടാക്കും, ക്ലാഷ് ഇൻട്രസ്റ്റിംഗ് ആണ്, ക്ലാഷിൽ ആര് വിജയിക്കുമെന്ന് അറിയാൻ രസമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു സിനിമയുടെ ഔട്ട്പുട്ട് ഗംഭീരമായി മാറുക എന്നത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആസ് എ ഫിലിം വ്യൂവർ തോന്നേണ്ടത്. ഐ ആം ഗെയിമിൻ്റെ റിലീസ് തീയതി അവർ മാറ്റിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രം സെപ്റ്റംബർ 3 പോസ്റ്റ്പോൺ ചെയ്തേക്കുന്നത്. അതായത് കൃത്യം 2 ആഴ്ചകൾക്ക് ശേഷം. ഖലീഫയും ഐ ആം ഗെയിമും ഒരേ ദിവസം റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമായിരുന്നു. അടുത്ത ദിവസം ബത്ലഹേം കുടുംബ യൂണിറ്റും റിലീസിനെത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു ചാർട്ട്, അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ ഐ ആം ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയതോടുകൂടി ഖലീഫയ്ക്ക് ഒരു പ്രോപ്പർ സോളോ റിലീസ് കിട്ടുകയാണ്. 20 പൃഥ്വിരാജ് ചിത്രം ഖലീഫ മാത്രം തിയേറ്ററുകളിലേക്ക് വരുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റ് തൊട്ടടുത്ത ദിവസം ഒരു സോളോ റിലീസ് ഡേറ്റ് കിട്ടുന്നു. എന്തുകൊണ്ട് മാറ്റി? നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി ഐ ആം ഗെയിമിൻ്റെ അണിയർ പ്രവർത്തകർ വേഫറർ ഫിലിംസ് പറഞ്ഞിരിക്കുന്ന നോട്ട് തന്നെ നമുക്ക് വായിക്കാം. ദ ഗെയിം ഗെറ്റ്സ് ബിഗർ, ദ റിലീസ് ഗെറ്റ്സ് വൈഡർ. We understand the anticipation and we apologize for the delay, but I Am Game will now release worldwide on September 3rd, moving from its earlier release date on August 20th. The new release date comes with a larger vision for the film as I Am Game gears up for a wider theatrical release across markets. The film will now simultaneously release in multiple languages, taking the experience to audiences across the country and beyond. This decision has been made to give I Am Game the scale, reach and theatrical platform it truly deserves, allowing audiences across different markets to experience it on the big screens. The wait gets a little longer, but the game gets bigger എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ എം ഗെയിമിൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് എടുക്കാം, പ്രോസ് ആൻഡ് കോൺസ്. ആദ്യം നമുക്ക് കോൺസ് എടുക്കാം. എന്താണ് ഇതിന് മാറ്റം? ഒന്ന്, ഇതിന് പണി കഴിഞ്ഞിട്ടില്ല, വർക്ക് നടക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പൂർണ്ണമായ ഒരു വൈഡർ റിലീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാറ്റം. ഈ വൈഡർ റിലീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുമ്പോഴാണ് ക്ലാഷ് റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഒരു ഓണം ഫെസ്റ്റിവൽ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അന്നുള്ള വെക്കേഷൻ ടൈം ആയിരിക്കില്ല പിന്നീടുള്ളത്, കുട്ടികൾ ഉൾപ്പെടെ വരുന്നൊരു സാഹചര്യം. ദുൽഖർ 3 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് വരുന്ന സിനിമ. നഹാസിൻ്റെ ആവട്ടെ RDX എന്ന 100 കോടി ക്ലബിൽ കയറിയ ചിത്രത്തിന് ശേഷം വരുന്ന അടുത്ത സിനിമ. അങ്ങനെ പലവിധ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ ക്ലാഷ് റിലീസ് ഇല്ലാതാവുന്നതോടുകൂടി ആളുകളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഇല്ലാതാവുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ക്ലാഷും പരിപാടിയും ഒക്കെ തന്നെ റിലീസിന് മുന്നേ വരെ ഉള്ളൂ. റിലീസ് കഴിഞ്ഞ് പടം ഗംഭീരമാണെങ്കിൽ ഒരു ക്ലാഷും ഇല്ല, ഒന്നുമില്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ദ ഫിലിം. ഖലീഫയിലേക്ക് വരാം. വൈശാഖിൻ്റെ ചിത്രം, ജിനൂവി എബ്രഹാമിൻ്റെ സ്ക്രിപ്റ്റ്, ചമൻ ചാക്കുവിൻ്റെ എഡിറ്റിംഗ്, ജെക്സിൻ്റെ സംഗീതം, പൃഥ്വിരാജ് സുകുമാരൻ ലീഡ്, ലാലേട്ടൻ്റെ ക്യാമിയോ. 20 റിലീസ്. അങ്ങനൊരു വലിയ പടം നിൽക്കുമ്പോഴാണ് ഐ ആം ഗെയിം എന്ന തത്തുല്യമായ വലിയ പടം ആ റിലീസ് ഡേറ്റിലേക്ക് വരുന്നത്. സ്വാഭാവികമായി തിയേറ്ററുകൾ തമ്മിൽ ഒരു ക്ലാഷ് വരും. തിയേറ്ററുകളുടെ കൗണ്ട് കുറയും, സ്പ്ലിറ്റ് ആവുന്നതോടുകൂടി പല ആളുകളിലേക്കും ഈ സിനിമ വരാതെയാകും, കിട്ടാതെയുമാകും. അതായത് ഈ റൂറലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ തന്നെ. നിർബന്ധമില്ലല്ലോ, എല്ലായിടത്തും മൾട്ടിപ്ലക്സുകളില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ഹെൽത്തിയർ ആക്കാനായി ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി എന്ന് വേണം കണക്കാക്കാൻ. ഇനി 2 പേടിച്ചോടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, ആയിരിക്കാം. പേടിച്ചോടിയെന്നോ റിലീസ് ഡേറ്റ് കിട്ടാതെയെന്നോ അല്ലെങ്കിൽ സ്ക്രീൻ കിട്ടാതെയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല. വ്യാഖ്യാനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുക, വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് കിട്ടുക എന്നത് തന്നെയാണ് ഒരു നിർമ്മാതാക്കൾ ഒരു സിനിമയുടെ പിന്നിൽ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ വേഫെയർ ഫിലിംസ് ചെയ്യുന്നത്. ഈ ഓണം ക്ലാഷിൽ വരുന്ന 3 സിനിമകളിൽ ആദ്യം ഓണത്തിന് എത്തുമെന്ന് അനൗൺസ് ചെയ്ത ചിത്രം ഖലീഫയാണ്. ഖലീഫ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ ഈ വർഷം ഓണത്തിന് റിലീസ് ഡേറ്റ് ഉണ്ടാകും, റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സിനിമയാണ്. അവർ ആ വാക്കിനോട് നീതി പുലർത്തിയിരിക്കുന്നു.
ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ ഡേറ്റിൻ്റെ അന്ന് പോലും ട്രെയിലർ റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ദുൽഖർ ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷൻ അന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ പറഞ്ഞ റിലീസ് ഡേറ്റിൽ നിന്നും ഓടിപ്പോയി എന്ന് കേൾക്കുക. സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ദുൽഖർ ഫാൻസ് കേൾക്കാൻ പോകുന്നത് ഇങ്ങനെ റിലീസ് ഡേറ്റ് മാറ്റി ഓടിപ്പോയല്ലോ എന്നുള്ള പേര് തന്നെയായിരിക്കും. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഡിഫെൻഡ് ചെയ്യാനുള്ളത് ഒരു നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 3-ാം തീയതി ചിത്രം റിലീസിനെത്തുമ്പോൾ അന്ന് സിനിമ ഗംഭീരമായ ഔട്ടോടുകൂടി പുറത്തിറക്കുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പേരുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിന് അകത്തുള്ള വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഓണം ക്ലാഷ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ക്ലാഷ് എന്താണ്? ക്ലാഷ് ഒരേ ദിവസം ഇറങ്ങുന്ന 2 സിനിമകൾ തമ്മിലാണ് ക്ലാഷ്. അല്ലാതെ വ്യാഴവും വെള്ളി ഇറങ്ങിയെന്ന് വെച്ചൊരു ക്ലാഷ് എന്ന് പറയാനുള്ള പേരിനൊരു ക്ലാഷ് എന്ന് വിളിക്കാം. അല്ലാതെ ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 2 മേജർ സിനിമകൾ ഇറങ്ങുന്നതാണ് ക്ലാഷ്. ഇവിടെ അങ്ങനെ ഒരു ക്ലാഷ് ഇല്ല. കാരണം വ്യാഴാഴ്ച പോയി കാണുന്ന ആൾക്ക് വെള്ളിയാഴ്ച രാവിലെയും കാണാം. ഒരു ദിവസം റിലീസാവുന്ന ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ ഷോ ആര് പിടിക്കുന്നു, അവിടെ ക്ലാഷ്. അല്ലാതെ എന്ത് ക്ലാഷ്? അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാഷ് ഇല്ല. ഇവിടെ എല്ലാ സിനിമകൾക്കും സ്പേസ് വരുന്നുണ്ട്. ക്ലാഷ് വരുന്നത് പേരിൽ തിയേറ്ററിക്കൽ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഖലീഫയും ബത്ലഹേം കുടുംബയും റിലീസാവുന്ന സമയത്ത് ഖലീഫയ്ക്ക് മികച്ച അഭിപ്രായമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായി എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുകയും ബത്ലഹേം കുടുംബയുണ്ട് ചിലപ്പോൾ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ബത്ലഹേം കുടുംബയുണ്ട് ഗംഭീരമാണെങ്കിൽ മിക്ക തിയേറ്ററിലെ എക്സ്ട്രാ ഷോസ് അതുമായി ബന്ധപ്പെട്ട് ആഡ് ഓൺ ചെയ്യും. ബിക്കോസ് ഓണം ടൈമാണ്. അത് റിസൾട്ടിൻ്റെ മാറ്റിയും തിരിഞ്ഞൊക്കെ ആയിരിക്കും നമുക്ക് അനുഭവങ്ങളുള്ളത് വെച്ച് തന്നെ. പക്ഷേ അതുകൊണ്ട് തന്നെ ഐ ആം ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞതിനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. സ്വാഭാവികമായിട്ട് തയ്യാറാവുന്നില്ല. ഇറ്റ് ഹാപ്പൻസ്. അത് അവരുടെ ഒരു സ്ലോട്ടിനെ അവർ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഖലീഫ നാളെ മാറ്റി വെച്ചാലും കുറ്റം പറയാനൊന്നുമില്ല. ബത്ലഹേം നാളെ മാറ്റി വെച്ചാലും അവർക്ക് കുറ്റം പറയാനൊന്നുമില്ല. ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കുന്ന സ്ലോട്ടിൽ ഇറക്കി വിടുക. നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് കൃത്യമായ റിലീസ് തീയതി ഇല്ലാത്തത് കൊണ്ട് മുങ്ങിപ്പോയ സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കുക. ഗംഭീര സിനിമകളാണെങ്കിൽ അത് വരിക, നല്ല റിലീസ് ഡേറ്റ് പ്രൊഡ്യൂസേഴ്സ് ഫിക്സ് ചെയ്ത് തിയേറ്ററുകളും ചാർട്ട് ചെയ്ത് ഗംഭീരമായിട്ട് ഓഡിയൻസിന് കിട്ടുന്ന രീതിയിൽ അത് പാകപ്പെടുത്തി കുക്ക് ചെയ്തെടുക്കുക എന്നത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഏതൊരു സിനിമാ പ്രേമിക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഐ എം ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനൊന്നും ആരും ഇവിടെ തയ്യാറാവുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.